Hi, my name is Pooja, occupational therapist. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡറിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സിന്റെ സബ് ടൈപ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ് മെയിൻലി 3 ടൈപ്സ് ആണ് ഉള്ളത്. സെൻസറി മോഡുലേഷൻ ഡിസോർഡർ, സെൻസറി ബേസ്ഡ് മോട്ടോർ ഡിസോർഡർ, സെൻസറി ഡിസ്ക്രിമിനേഷൻ ഡിസോർഡർ. ആദ്യത്തേത് സെൻസറി മോഡുലേഷൻ ഡിസോർഡർ. എങ്ങനെയാണോ ഒരു കുട്ടി എൻവയോൺമെന്റിൽ നിന്ന് സെൻസറി ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നു എന്നതിന്റെ ബേസിസിൽ സെൻസറി മോഡുലേഷൻ ഡിസോർഡർ എഗെയിൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻസറി ഓവർ റെസ്പോൺസിവിറ്റി, സെൻസറി അണ്ടർ റെസ്പോൺസിവിറ്റി, സെൻസറി സീക്കിംഗ് അല്ലെങ്കിൽ സെൻസറി ക്രേവിംഗ്. ഫസ്റ്റ് സബ് ടൈപ്പ് ഓവർ റെസ്പോൺസിവിറ്റി, ഓൾസോ നോൺ ആസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഈ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ എൻവയോൺമെന്റിൽ നിന്നുള്ള സെൻസറി ഇൻഫർമേഷൻസ് ആയിട്ടുള്ള ലൈറ്റ്, ടച്ച്, സൗണ്ട്സ് ഇതിനോടൊക്കെ ഓവർ റിയാക്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇവരിൽ കാണുന്ന ചില ക്യാരക്ടേഴ്സ് ആണ് അവർ നോർമൽ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ചെവി പൊത്തുക, പിക്കി ഈറ്റേഴ്സ്, സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാത്രം കഴിക്കുക, പർട്ടിക്കുലർ ടെക്സ്ചർ ഓഫ് ഡ്രസ്സസ് അവോയ്ഡ് ചെയ്യുക, അവരെ ടച്ച് ചെയ്യുന്നതോ ഹഗ് ചെയ്യുന്നതോ അവോയ്ഡ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ അണ്ടർ റെസ്പോൺസിവിറ്റി, ഓൾസോ നോൺ ആസ് ഹൈപ്പോസെൻസിറ്റിവിറ്റി. ഹൈപ്പോസെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് റെഡ്യൂസ് സെൻസിറ്റിവിറ്റി ലെവൽ ആയതുകൊണ്ട് തന്നെ അവര് സെൻസറി ഇൻപുട്സ് ഇഗ്നോർ ചെയ്യുന്നു. ഇവർക്ക് നെയിം കോഡ് റെസ്പോൺസ് കുറവായിരിക്കും. ഫർണിച്ചേഴ്സ്, വോൾസ് അതിലൊക്കെ പോയി ബംപ് ചെയ്യുക, ബോഡി റോക്കിംഗ് മൂവ്മെന്റ്സ് ഫ്രീക്വന്റ്ലി കാണിക്കുക എന്നിവയാണ് ഇവരുടെ ക്യാരക്ടേഴ്സ്. തേർഡ് സബ് ടൈപ്പ് ആണ് സെൻസറി സീക്കിംഗ് ഓർ ക്രേവിംഗ്. ഈ കാറ്റഗറിയിലെ കുട്ടികൾ ഇന്റൻസീവ് ആയിട്ടുള്ള സെൻസറി എക്സ്പീരിയൻസ് സീക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇമ്പൾസീവ് നേച്ചറിലാണ് കാണപ്പെടുന്നത്. ഇവർക്ക് സിറ്റിംഗ് ടോളറൻസ് വളരെ കുറവായിരിക്കും. സ്പിന്നിങ്, ജമ്പിങ്, ക്രാഷിംഗ് പോലുള്ള ഫിസിക്കൽ മൂവ്മെന്റ്സിൽ കൂടുതൽ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡറിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് സെൻസറി ബേസ്ഡ് മോട്ടോർ ഡിസോർഡർ. എൻവയോൺമെന്റിലെ സെൻസറി ഇൻപുട്സ് ഉപയോഗിച്ച് ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലെ ബുദ്ധിമുട്ടിനെയാണ് സെൻസറി ബേസ്ഡ് മോട്ടോർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിന് 2 സബ് ടൈപ്സ് ആണ് ഉള്ളത്, പോസ്റ്റുറൽ ഡിസോർഡർ ആൻഡ് ഡിസ്പ്രാക്സിയ. പോസ്റ്റുറൽ ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റി അതിന്റെ ഡിമാൻഡിനനുസരിച്ച് ബോഡി കൺട്രോളോട് കൂടി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പോസ്റ്റുറൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരിൽ പൊതുവെ അവർ വീക്കും, അവരുടെ കോർ മസിൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി പൊതുവെ കുറവായിരിക്കും. ഡിസ്പ്രാക്സിയ എന്നത് ഒരു ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ ആണ്. പുതുതായി ഒരു മൂവ്മെന്റ് ചെയ്യുന്നതോ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഉള്ള ടാസ്ക് ചെയ്യുവാനോ കുട്ടിക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടിനെയാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഇത് കാരണം കുട്ടിയുടെ ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ, ഓർഡർ മോട്ടോർ, വിഷ്വൽ മോട്ടോർ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അഫക്റ്റഡ് ആകുന്നു. സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡറിന്റെ തേർഡ് കാറ്റഗറിയാണ് സെൻസറി ഡിസ്ക്രിമിനേഷൻ ഡിസോർഡർ. ഒരു സെൻസറി ഇൻപുട്ടിന്റെ ക്വാളിറ്റി, അതായത് അതിന്റെ ടെക്സ്ചർ, അതിന്റെ സൗണ്ട് ഡിഫറൻസസ്, അതിന്റെ ഇന്റൻസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സെൻസറി ഡിസ്ക്രിമിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. I hope you got an idea about sensory processing disorders, its categories and subtypes. For more such informative videos, keep watching. Thank you.